ഹലോ. അപ്പോൾ ഇന്നിനി നമ്മൾ പറയാൻ പോകുന്നത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ ഭരണ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. മൗര്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. പർവ്വതങ്ങൾ, സമതലങ്ങൾ, അതിർത്തി പ്രദേശങ്ങൾ, മരുഭൂമികൾ തുടങ്ങിയിട്ടുള്ള വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ മൗര്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. മൗര്യൻ സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും 5 രാഷ്ട്രീയ കേന്ദ്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് തലസ്ഥാന നഗരമായിട്ടുള്ള പാടലിപുത്രം, കൂടാതെ തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി, ഇങ്ങനെ മൊത്തം 5 രാഷ്ട്രീയ കേന്ദ്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി അവിടുത്തെ കേന്ദ്രീകൃത ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഭരണത്തിൻ്റെയും തലവൻ എന്ന് പറയുന്നത് രാജാവായിരുന്നു. രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിപരിഷത്ത് എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഉപദേശക സമിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം മികച്ചൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അവർ നിലനിർത്തിയിരുന്നു. വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായൊരു ചാര സമ്പ്രദായം അവര് നിലനിർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കേന്ദ്രീകൃത ഭരണത്തിന്റെ സവിശേഷതകള്. രാജാവാണ് ഭരണത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരുടെ ഉപദേശക സമിതി ഉണ്ടായിരുന്നു. മികച്ച ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നു. മികച്ചൊരു ചാര സമ്പ്രദായം അവിടെ നിലനിന്നിരുന്നു. ഇനി അടുത്തതാണ് അവിടുത്തെ പ്രവിശ്യാഭരണവും പ്രാദേശിക ഭരണവും. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ 4 പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നു. പ്രവിശ്യകളെ ജില്ലകളായിട്ട് തരംതിരിച്ചു. ജില്ലാ തലവനെ സ്ഥാനിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിലെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. ഗ്രാമത്തലവനെ ഗ്രാമിക എന്ന പേരിലും അറിയപ്പെട്ടു. ഇത് എക്സാമിനൊക്കെ 1 വേർഡ് ചോദിക്കലുണ്ട്. ജില്ലാ തലവൻ സ്ഥാനിക എന്ന പേരിലാണ്, ഗ്രാമത്തലവൻ ഗ്രാമിക എന്ന പേരിലും. ഇനി അവിടുത്തെ നഗരത്തിലും മികച്ചൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നഗരങ്ങളിലെ പ്രത്യേകമായിട്ടുള്ളൊരു ഭരണ സംവിധാനം അവർ കൊണ്ടുവന്നിരുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തലസ്ഥാന നഗരമായിട്ടുള്ള പാടലിപുത്രയിൽ ഭരണം നടത്താൻ 30 അംഗങ്ങളുള്ള ഒരു കൗൺസിലാണ് ഉണ്ടായിരുന്നത്. അവരെ 5 അംഗങ്ങൾ വീതമുള്ള 6 സമിതിയായിട്ട് നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ചുമതലകൾ നൽകുകയും ചെയ്തു. 1-ാം സമിതി പൊതുശുചിത്വം, 2-ാം സമിതി വിദേശികളെ നോക്കിപ്പോന്നു, 3-ാം സമിതി ജനന മരണ കണക്കുകളാണ് നോക്കിയിരുന്നത്, 4-ാം സമിതി അളവുകളും തൂക്കങ്ങളും നിയന്ത്രിച്ചല് നോക്കി, 5-ാം സമിതി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നോക്കി, 6-ാം സമിതി നികുതി പിരിച്ചു. ഇത്തരത്തിൽ നഗരങ്ങളിൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവർ കൊണ്ടുവന്നിരുന്നു. ഇനി അടുത്തതാണ് അവരുടെ സൈനിക ഭരണം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ഭദ്രതക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് അവർ ശക്തമായിട്ടുള്ള സൈന്യത്തെ നിയമിച്ചിരുന്നു. പ്രധാനമായിട്ടും 6 വിഭാഗം സൈന്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അശ്വസേന, കരസേന, ഗജസേന, തേര്, ഗതാഗതം, നാവികസേന, ഇങ്ങനെ 6 തരം സൈനിക വിഭാഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് അവിടുത്തെ നീതിന്യായം എന്ന് പറയുന്നത്. അതായത് നീതിന്യായത്തിന്റെ തലവൻ എന്ന് പറയുന്നത് രാജാവായിരുന്നു. രാജാവ് തന്നെയായിരുന്നു പരമോന്നത കോടതി എന്ന് പറയുന്നതും. ഇനി രാജ്യത്തെ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടതികളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് അവയുടെ അളവനുസരിച്ച് ശിക്ഷയിലും മാറ്റമുണ്ടായിരുന്നു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴയും വലുതിന് വധശിക്ഷയും ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അവിടുത്തെ നികുതി വ്യവസ്ഥയാണ്. നമുക്കറിയാം മികച്ച സൈന്യത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അവരവിടെ നിയമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ മുന്നോട്ട് കൊണ്ടുപോവാൻ അവർക്ക് വരുമാനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളിൽ നിന്നും ഒരുപാട് നികുതികളൊക്കെ പിരിച്ചെടുത്തിരുന്നു. പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഭൂനികുതിയായിരുന്നു. കൂടാതെ ലൈസൻസ്, ഖനനം, ഇറക്കുമതി, കയറ്റുമതി, ചുങ്കം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് മൗര്യൻ സാമ്രാജ്യത്തിന്റെ ഭരണ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പൊതുവെ എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതിലാ
ജില്ലാ തലവൻ സ്ഥാനിക, ഗ്രാമതലവൻ ഗ്രാമിക എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞത് ചില സമയങ്ങളിൽ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.